ഹലോ ഹലോ വെൽക്കം ടു പ്രിയ റസ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ പ്രിയ. റസാഖ്. പിന്നെ അപ്പൊ തക്കുടു പിന്നെ ഒരു ടി വി ആണ്. തക്കുടു തെറ്റിലാണ് ഗൈസ്. എന്തിനാ തെറ്റല്ലേ തെറ്റല്ലേ എന്തിനു ഓക്കെ. തെറ്റി? അത് തെറ്റാണ്. നീ മൈൻഡ് ചെയ്യണ്ട. അപ്പൊ ഞാൻ തെറ്റു. അപ്പൊ നമ്മള് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും ക്യാമറക്ക് മുന്നിൽ. ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ് അതെ. അല്ലേ? ഉം. ഇന്ന് നമ്മൾ കുട്ടി പൂവല്ലേ? പൊക്കോട്ടെ. എങ്ങോട്ടാ പോണേ? എന്നാ അങ്ങോട്ട് പോയിക്കോ. കുഞ്ഞാരടുത്ത് പോയിക്കോ. ഇല്ലേ? ഇല്ല. എന്താ പരിപാടി? ഇവിടെ വന്നേ. ക്യാമറ എടുത്ത് പോണെന്തിനാ? നീ ക്യാമറമാനാണ്? അതെ. കഴുത്തിലൊരു ക്യാമറ. അപ്പൊ ഇന്ന് നമ്മള് എന്ത് വീഡിയോ? Q&A. അതെ, ഞങ്ങളൊന്ന് പറയട്ടെ. നീ ഞങ്ങളത് പറയാൻ സമ്മതിക്കോ? ഇല്ലാന്ന്. അപ്പൊ കുറെ പേര് നമ്മളെ അടുത്ത് കമന്റ് ആയിട്ടും പേഴ്സണൽ മെസ്സേജസ് ഒക്കെ ആയിട്ട് കുറെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പൊ അതിനൊക്കെ ഒരു റിപ്ലൈ വേണല്ലോ. അപ്പൊ അത് പിന്നെ ഇവളെ സാഹചര്യം കാരണം കുറെ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തോണ്ട് ഒരു Q&A സെക്ഷൻ അതുകൂടല്ലേ. അപ്പൊ നമുക്ക് എന്താ പറയാ, ഇഷ്ടം പോലെ മെസ്സേജസ് ആണ്. നമ്മൾ ഡെലിവറിയുടെ സ്റ്റോറി ഇട്ട സമയത്ത് ഇഷ്ടം പോലെ മെസ്സേജും സന്തോഷം അറിയിക്കലും പ്രാർത്ഥനകളും വിഷയലും അതൊക്കെയാണ്. അപ്പോൾ ഇന്ന് രാവിലെയും കൂടെ ഞാൻ മെസ്സേജസ് ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അത്രയും നമുക്ക് നോക്കാൻ മെസ്സേജുകൾ ഉണ്ടായിരുന്നു. പറ്റണ പോലെയൊക്കെ ഒരു 80% ആൾക്കാർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അതെ, ബാക്കി പിന്നെ പറ്റാത്തോണ്ടാണ് ചിലപ്പോ ഇങ്ങനെ വിട്ടു പോണതാവും ഓപ്പൺ ചെയ്യാൻ. അപ്പൊ ഇനിയും ഓപ്പൺ ചെയ്യാൻ മെസ്സേജസ് കിടക്കണു. അത്ര സത്യം പറഞ്ഞാൽ അത്രയൊന്നും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല കേട്ടോ. സത്യം ഇത്ര അധികം ഉണ്ടാവും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സന്തോഷം, ഭയങ്കര സന്തോഷം. അപ്പൊ ആ സ്നേഹം മൊത്തം നിങ്ങളെ അറിയിക്കുകയാണ്. പിന്നെന്താ അപ്പൊ എന്താ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇതിനൊന്ന് ശരിയാക്കട്ടെ, എന്നിട്ട് ക്വസ്റ്റ്യൻ ഇടുക. തക്കടോ, എന്താ പ്രശ്നം? അതോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ പറയാം. അത് ക്വസ്റ്റ്യൻ ആയിട്ട് എന്നോട് ചോദിച്ചതും കുറെ എടുക്കണം. അവിടുന്ന് കണ്ടിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. നോർമൽ ഡെലിവറി ആണോ സിസേറിയനാണോ? അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അതൊരു പ്രസവം നടന്നു കഴിഞ്ഞാൽ അപ്പൊ ചോദിക്കുന്നതാണല്ലോ, നോർമൽ ആയിരുന്നോ സിസേറിയൻ ആണോ എന്നുള്ളത്. അപ്പൊ ഇവിടെ സിസേറിയൻ ആണ്. ഇവിടെ 3 മക്കളും സിസേറിയൻ തന്നെയാണ് അല്ലേ? 3 പ്രസവം സിസേറിയൻ തന്നെയാണ്. അതിനെ സംബന്ധിച്ചാണ് വേറെയും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നത്. മുന്നേ ഉള്ളതും സിസേറിയൻ ആയിരുന്നു. പിന്നെ എന്തുകൊണ്ട് സിസേറിയൻ ആയി? എന്തുകൊണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ, കാക്ക് പറയാം ഞാൻ പണിയെടുക്കാത്തോണ്ടാണ്. അതൊന്നല്ലിട്ട് വെറുതെ പറയണേ. ഫസ്റ്റത്തത് കുറച്ച് എന്താ പറയാ, നമ്മളൊരു 24 മണിക്കൂർ നമ്മൾ ഡെലിവറി പെയിനൊക്കെ സഹിച്ച് നോക്കി. ലാസ്റ്റ് ബേബിക്ക് ഹാർട്ട് ബീറ്റിന് പ്രശ്നമാവും എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റത്തത് സിസേറിയൻ ആയി. അപ്പോൾ കോംപ്ലിക്കേഷൻ നമുക്ക് സിസേറിയനെ നമുക്ക് എൻ്റെ ബോഡിക്ക് സിസേറിയനെ പറ്റൂ എന്നുള്ളൊരു സംഗതി കൊണ്ട്. പിന്നെ ഇപ്പോൾ രണ്ടാമത്തതും അതുകൊണ്ട് തന്നെ നമ്മൾ വെറുതെ റിസ്ക് കണ്ട ട്രൈ ചെയ്തിട്ട് ചാൻസ് ഇല്ലാന്ന് ഡോക്ടർ ഇങ്ങോട്ട് തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ നമ്മൾ അതും സിസേറിയൻ തന്നെ. വെറുതെ എന്തിനാണ് 2 പേരും കൂടെ സഹിക്കുന്നത്. പിന്നെ അതുപോലെ മൂന്നാമത്തെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഇല്ല, ഡെലിവറി ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒന്നാമത് നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. പിന്നെ രണ്ടാമത്തെ കുട്ടിയും ഈ മൂന്നാമത്തെ ഡെലിവറിയും തമ്മിൽ കുറച്ച് ഗ്യാപ്പല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എന്താണെങ്കിലും അപ്പൊ സിസേറിയൻ ആണ്. അല്ല, അതിനെ പറ്റി കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് സിസേറിയൻ ആയതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ അതാണ് കാരണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് നോക്കട്ടെ. എന്താണ് കുട്ടിയെന്ന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അങ്ങനെ സർപ്രൈസ് ഇട്ട് നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാരെ വലിപ്പിച്ചിട്ടൊന്നുമില്ല. നമ്മൾ പിറ്റേ ദിവസം തന്നെ ഞാൻ റൂമിലെത്തിയ സമയത്ത് തന്നെ നമ്മള് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ സമയത്ത് തന്നെ നമ്മള് അങ്ങനെ സ്റ്റോറി എടുക്കാൻ അതിനുള്ളൊരു മാനസികാവസ്ഥയും കാര്യങ്ങളൊന്നും അല്ലല്ലോ. കുട്ടിനെ കിട്ടിയ സമയത്ത് 2 മണിക്കൂർ അതിന്റെ മേലെ പിന്നെ NICU ആയിരുന്നു ഒബ്സർവേഷന്. ഞാനിടണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ഞാൻ ഈ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകുന്നുള്ള പ്ലാനില്ല. ഒക്കെ നമ്മൾ ഒന്നിച്ചല്ല പറയല്. ആ ഒരു പ്ലാനിൽ ഞാൻ ഇട്ടതാ. പിറ്റേ ദിവസം തന്നെ ഞാൻ റൂമിലെത്തിയ പാടെ തന്നെ നമ്മള് അതൊക്കെ റിവീൽ ചെയ്തിട്ടുണ്ട്. എന്ത് കുട്ടിയാന്നുള്ളതൊക്കെ നമ്മള് വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതും പെൺകുട്ടിയാണ്. അപ്പൊ ഞങ്ങൾക്ക് 3 മാലാഖമാര്. ആ ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അതിന്റെ അടിയിൽ വേറെ ആള് കമന്റ് ഇട്ടിയാണ്, വീഡിയോ ഫുള്ള് കാണാണ്ടാണോ കമന്റ് ഇടുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട്. അത് ശരിയാണ്. അതെ, അത് ചിലർക്കൊരു ഇതാണ് വ്യക്തത. ഇതിനകത്ത് മൊത്തം ഫുള്ള് കാണണം. ആൺകുട്ടി പെൺകുട്ടി അറിയണം, അത്രേ ഉള്ളൂ. അപ്പൊ പെൺകുട്ടിയാണ്. നമ്മൾ വീണ്ടും ഒന്നും കൂടെ പറയുന്നു. അപ്പൊ ഞങ്ങൾക്ക് 3 പെൺകുട്ടികളാണ്. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഏത് ഹോസ്പിറ്റലിലാണ് കാണിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുറുമി ഡോക്ടറായിരുന്നു. നമുക്ക് ഡോക്ടർ ഭയങ്കര നല്ല ഡോക്ടറായിരുന്നു, ആയിട്ടുള്ള ഡോക്ടറാണ്. അപ്പൊ എന്താ പറയാ, നമ്മള് എല്ലാ ഇങ്ങനെ ഈ ലേഡീസ് ഇപ്പൊ കുഞ്ഞാറ്റയ്ക്ക് എന്താ പറയാ,
ഗൈനക്ക് നല്ലല്ലോ, ഐ മീൻ കുട്ടികളുടെ ഡോക്ടർ എനിക്കറിയില്ല, കുട്ടികളുടെ ഡോക്ടർ അല്ല. അപ്പൊ കുഞ്ഞാറ്റയ്ക്കും ഇങ്ങനെ അന്ന് വയറിനൊക്കെ ഒരു പ്രശ്നം ഉണ്ടായപ്പോ നമ്മള് ഡോക്ടർ തന്നെയാണ് കാണിച്ചത്. അങ്ങനെയാണ് നമ്മള് ഡോക്ടറിനെ ആദ്യമായിട്ട് കാണിക്കണത്. അപ്പൊ ഡോക്ടർ ഭയങ്കര ഒരു കംഫർട്ട് ഫീൽ തോന്നി. അപ്പൊ പിന്നെ ഡെലിവറി ഇങ്ങനെ ഒരു വിശേഷം ഉണ്ട് എന്ന് പറഞ്ഞപ്പോ തന്നെ ഡോക്ടറാണ് ആദ്യം കാണിച്ചത്. പേഴ്സണലി ഇവൾക്ക് എനിക്ക് ഞങ്ങൾക്ക് രണ്ടാൾക്കും ഭയങ്കര കംഫർട്ട് ആയിട്ടും അല്ല, ഡോക്ടറാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. നമുക്ക് ഈ ഒരു ടൈമില് അത് രണ്ടാമത്തെ കുട്ടിക്ക് ജസ്റ്റ് ഒരു 1.5 വയസ്സ് പോലും ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത് എനിക്ക് സിസേറിയനാണ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് രണ്ടൊക്കെ വന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് കൂടിക്കാഴ്ചയിൽ തന്നെ ടെൻഷനൊക്കെ മാറ്റി ഞങ്ങളെ കൂളാക്കി ഒക്കെ സെറ്റാണെന്ന് പറഞ്ഞ ഡോക്ടറാണ്. അപ്പൊ പിന്നെ ഞങ്ങക്ക് എന്താ പറയാ, നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ നമുക്ക് കോൾ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ, വേറെ ഹോസ്പിറ്റലിൽ നിന്ന്. നിങ്ങക്ക് നമ്മളിപ്പോ നിങ്ങൾക്ക് അറിയാലോ ഇപ്പത്തെ ഒരു ഇതില് ഇങ്ങനെ എന്താ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ ഡെലിവറി ഒക്കെ ഇങ്ങനെ ചെയ്യാന്നുള്ള അങ്ങനെ നമ്മള് അവളെ വിളിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സുർമി ഡോക്ടർ ഡോക്ടറുടെ ഇഷ്ടം വിശ്വാസം കാരണം അവിടെ തന്നെയാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത്. അതെ, പിന്നെന്താ, അപ്പോ അങ്ങനെയാണ് അതിന്റെ കഥ. അതെ, പിന്നെ കൂടെ ആരും ഇല്ലേന്ന് ചോദിക്കണ്ടേ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളുടെ മൈൻഡ് സെറ്റ് എന്താ വെച്ചാലേ, നമുക്ക് ഒരു ഹോസ്പിറ്റൽ കേസ് അല്ലെങ്കിൽ നമ്മുടെ ഒരു കാര്യത്തിന് വേണ്ടി ചില ആൾക്കാർ ഇങ്ങനെ കയറില്ലാതെ കെട്ടിയിടാറ് ഞങ്ങൾക്ക് രണ്ടുപേരും ഇഷ്ടമല്ല, പേഴ്സണലി ഇഷ്ടമല്ല. പിന്നെ നോക്കാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. പിന്നെ എന്റെ ഉമ്മ ഉണ്ടായിരുന്നു, വെള്ളം അമ്മ ഉണ്ടായിരുന്നു, അത് മതി. അത് പിന്നെ അവരോട് വരണ്ടെന്ന് പറയാൻ പറ്റൂല, അതിനുള്ള റേറ്റ് ഇല്ലല്ലോ. ഇതാണ് തല്ലുണ്ടാക്കലേ. അപ്പൊ എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നിരുന്നു. ഇവളുടെ വീടിന്ന് പിന്നെ അങ്ങനെ വരാനൊന്നും എനിക്ക് എന്താ പറയാ, സ്വന്തം എന്ന് പറയാൻ എന്റെ അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ അമ്മയുടെ റിലേറ്റീവ്സ് ഒക്കെയാണ്. അവരൊന്നും അങ്ങനെ ദൂരെയാണ്, അങ്ങനെ വണ്ടി വിളിച്ച് വരേണ്ട അങ്ങനെ വരുന്നില്ല. ഇതിലൊക്കെ വിശേഷമൊക്കെ ഉണ്ടാവുള്ളൂ. അതെ, അപ്പൊ അല്ലാതെ എന്താ പറയാ, നമ്മളിപ്പോ പിന്നെ ഹോസ്പിറ്റലിൽ നമ്മൾ വന്നതും പോയതും ആയിട്ടുള്ള ആൾക്കാരൊക്കെ അവര് വന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് വീഡിയോ എടുക്കാനും പറ്റില്ല. നമുക്കതും എന്താ പറയാ ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതാണ് എന്താ വെച്ചാല്, ഇപ്പോഴും നമ്മൾ അറിയാത്തോണ്ടല്ല, ഞാൻ തല്ലുണ്ടാക്കി ചിലരൊക്കെ ഒരു ഇതുണ്ടാക്കായിട്ടേ. അപ്പൊ നമുക്ക് ആരായിട്ടൊരു പ്രശ്നമില്ല, ആർക്കും നമ്മളായിട്ടൊരു പ്രശ്നമില്ല, നമ്മുടെ വിരലും പോക്കൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. അവിടെ ഹോസ്പിറ്റലിലെ അപ്പൊ ഹോസ്പിറ്റലിലുള്ളവർക്ക് അറിയാം പിന്നെ ആരൊക്കെ അവിടെ വന്നിരുന്നതൊക്കെ. അപ്പൊ അതൊക്കെ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാരും ഉണ്ടായിരുന്നു. നഴ്സുമാര് പറയാണ് നിങ്ങളുടെ റൂമിൽ നിന്ന് ആളെ ഒഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊന്ന് അങ്ങോട്ട് വരാൻ വേണ്ടിട്ട് അങ്ങനെയായിരുന്നു. അപ്പൊ നമുക്കിതാണ് എന്താ വെച്ചാല്, എല്ലാരും ഇങ്ങനെ വിളിച്ചിരുത്തിയിട്ട് പിന്നെ എന്താ പറയാ, അതല്ല ഇത് പിന്നെ അപ്പൊ ഞങ്ങളൊരു നിങ്ങൾ സൗകര്യം പോലെ വന്നായിരുന്നു ഞാൻ എല്ലാവരും പറഞ്ഞു. നിർബന്ധമൊന്നുമില്ല, അതെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടല്ലോ, നിങ്ങൾ സൗകര്യം പോലെ ഫ്രീ ആകുമ്പോൾ വന്നാൽ മതി, പെട്ടെന്ന് വരുന്ന ഒരു ഇതില്ല, ഫോട്ടോ ഞാൻ അയച്ചുതരാന്നിട്ട് അങ്ങനെ ഞാൻ പറഞ്ഞു. എന്താ വെച്ചാല് നമുക്കറിയാലോ, ഇപ്പൊ നമ്മളൊരു തിരക്കില് ഉണ്ടാകുമ്പോ അപ്പൊ ഓരോരുത്തരുടെ സൗകര്യത്തിനനുസരിച്ച് വരും പോവും. അപ്പൊ ഇന്നാള് വന്നു കാണിക്കാൻ പറ്റില്ല. എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളറിയാത്ത ഹോസ്പിറ്റലിൽ ഞങ്ങൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഞങ്ങളെ കാണാൻ വേണ്ടിട്ട് നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സ് വന്നിരുന്നു. ഫാമിലി മെമ്പേഴ്സ് അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അതെ, തക്കോട് കുറെ കളിക്കാൻ കൊടുത്തിട്ടുണ്ട്. നീ കൊണ്ടുവച്ചു. അപ്പൊ അതാണ് അതിന്റെ ആൻസർ. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു. അതെ, ഞങ്ങളുടെ വീട്ടിൽ നിന്നും ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് ആരും വന്നില്ലേ എന്നുള്ള ആ ഒരു ചോദ്യത്തിന്റെ പ്രസക്തി. അപ്പൊ ഞാൻ അടുത്തൊരു ക്രൂഷ്യൽ ക്വസ്റ്റ്യൻ കേട്ടോ. കുട്ടീനെ ചെവിയിൽ ബാങ്ക് വിളിച്ചില്ലേ, കുട്ടീനെ നന്നാക്കുന്നില്ലേ? കുട്ടീനെ നന്നാക്കണമെങ്കിൽ ബാങ്ക് വിളിക്കണോ? അപ്പൊ ഈ ബാങ്ക് വിളി കേൾക്കാത്ത കുട്ടികളൊക്കെ മോശം ഇട്ട ആൾക്കാരുടെ ചിന്ത തീരെ ശരിയല്ല. അത് സത്യം പറഞ്ഞാൽ ആ കമന്റ് കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരും കൂടെ കമന്റ് റീപ്ലൈ കൊടുക്കണം നിന്റെ അഭിപ്രായം. ഓരോരുത്തരുടെ വിശ്വാസത്തില് ബാങ്ക് വിളിക്കാതിരിക്കാം, അതൊന്നും അങ്ങനെ എന്താ പറയാ ചോദിക്കേണ്ട കേസല്ല. ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അത് പറയാൻ താല്പര്യമില്ല. പറയാ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന രസമുണ്ട്. ഞങ്ങളൊരു മതപരമായിട്ടുള്ള ചാനൽ നടത്തുക, ഡൈവേർട്ട് ചെയ്യിക്കാൻ അങ്ങനെയുള്ള ചാനൽ നടത്തുന്ന ആൾക്കാരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു രസമുണ്ട്. അതിന് ഞങ്ങൾ നന്നായിട്ട് ഉത്തരം പറയും. അങ്ങനത്തെ ചാനലുകളുണ്ടല്ലോ. ഞങ്ങളുടെ റിലേജിനെ പറ്റിയിട്ട് ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ ആവണമെന്നും പറയുന്നില്ല. ഞങ്ങളെ പോസിറ്റീവ് ആയിട്ടിരിക്കണം എന്നൊക്കെ ഞങ്ങൾ പറയാറുണ്ട്. അല്ലാണ്ട് ഞങ്ങളുടെ പേഴ്സണൽ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് പറയാൻ താല്പര്യമില്ല. അത് മാത്രല്ല പിന്നെ പറയാറില്ല. അപ്പോ അത് ഞങ്ങൾ വിളിച്ചിട്ടുണ്ടാവാതിരിക്കാം. ഞങ്ങളുടെ
ഞങ്ങളുടെ അതെ. ഞങ്ങളുടെ പക്ഷെ എന്താ അതില് പറയാ രണ്ടാമത്തെ സംഭവമാണ് എന്താ പറയാ നമ്മുടെ നന്നാക്കുന്നില്ല. അതാ പറഞ്ഞത് പേഴ്സണൽ ചോയ്സ്. അല്ല ഞാൻ പറഞ്ഞത് അല്ല നന്നാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ആ ഇട്ട വ്യക്തി അയാളുടെ കമന്റ് അയാൾ തിരിച്ചില്ലല്ലോ. ബാങ്ക് കേട്ടിട്ടായിരിക്കുമല്ലോ അയാള് വീണിട്ടുണ്ടാവും. അതാവും ഈ അയാള് ചോദ്യം ചോദിച്ചത്. നന്നായില്ലല്ലോ. ചോദ്യം അയാള് ചോദിച്ചത്. നന്നായില്ലല്ലോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അപ്പോ വേണ്ടിയാണല്ലോ. ബാങ്ക് വിളി അതൊക്കെ ഞങ്ങളുടെ പേഴ്സണലാണ്. ഞങ്ങൾ വിളിച്ചിട്ടുണ്ടാവാതിരിക്കാം. അതൊക്കെ ഞങ്ങളുടെ പേഴ്സണലാണ്. അത് പറയാൻ നമുക്ക് താല്പര്യമില്ല. ദേശാഗര ചാനലല്ല. ഞാൻ പേഴ്സണലി എനിക്ക് പറയാൻ പറ്റും ഞാനൊരു നല്ല വ്യക്തിയാണെന്ന് പറയാൻ പറ്റും. ഞാൻ എപ്പോഴും എവിടെ എല്ലാത്തും പറയണം. അങ്ങനെ ചില ആൾക്കാർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഞാൻ നല്ല വ്യക്തിയാണെന്നുള്ളത്. ഞാൻ ചെവിയില് ബാങ്കുകൾ കേട്ടിട്ടല്ല ജനിച്ചു വന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ ഞാൻ നന്നായില്ലേ, ഇത് ലൈഫ് എന്താ ഇതായില്ലേ. പിന്നെ എന്താ പറയാ എല്ലാം എന്താ അവനവന്റെ പേഴ്സണൽ കാര്യങ്ങളാണ്. അപ്പൊ ഞങ്ങളുടെ ഇങ്ങനത്തെ പേഴ്സണൽ കാര്യങ്ങൾ അറിയാനാണ് എല്ലാവർക്കും ഭയങ്കര താല്പര്യം. പക്ഷെ ഞങ്ങൾ അങ്ങനെ പേഴ്സണൽ ലൈഫ് പറഞ്ഞു കാണിച്ചാല് തുറന്ന് കാണിക്കുന്ന ആൾക്കാരല്ല. നമ്മള് രസകരമായിട്ടുള്ള സംഭവങ്ങള്, ഹാപ്പി മൊമെന്റ്സ്, പിന്നെന്താ പറയാ. ഞാൻ എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ പേഴ്സണൽ എല്ലാ കാര്യവും പബ്ലിക് ആയിട്ട് വന്നിരുന്ന് പറയേണ്ട യാതൊരു ആവശ്യമില്ല. അല്ല അങ്ങനെ പറയാൻ ആൾക്കാരുണ്ട്. അങ്ങനത്തെ ആൾക്കാർ നമ്മളങ്ങനെ പറയാറേ ഇല്ല. ഞങ്ങൾ മൊത്തത്തിൽ എന്താ പറയാ നമ്മള് കോണ്ടന്റ്സ് വേറെയാണ്. ഇനിയിപ്പോ എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിലുള്ള സന്തോഷങ്ങളാണ് നമ്മളിവിടെ വന്ന് പറയാറുള്ളത്. സങ്കടങ്ങൾ ഉണ്ടാവും, പക്ഷെ അത് നമ്മൾ അങ്ങനെ നമുക്ക് സന്തോഷമാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. അതെ, സങ്കടം ഇഷ്ടംപോലെ എല്ലാവരുടെ ലൈഫിലുണ്ടാവും. ഉണ്ടാവും. സന്തോഷങ്ങൾ സ്പ്രെഡ് ചെയ്യാന്നുള്ളത്. ഞങ്ങൾ സങ്കടങ്ങൾ അറിയിക്കില്ല വെച്ചിട്ട് ഞങ്ങൾക്ക് സങ്കടം ഇല്ലാത്ത ആൾക്കാരായിട്ടൊന്നുമല്ല. അപ്പൊ ഞങ്ങൾ ഇല്ലാതിരിക്കട്ടെ സ്പ്രെഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ വക കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും മെയിൻ ചെയ്യില്ല. പിന്നെ ആ ഒരു കമന്റ് വന്നപ്പോ വല്ലാണ്ട് ദേഷ്യം പിടിച്ചു. നന്നാക്കണില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഇല്ല, നന്നാക്കണില്ല. പിന്നെ നെക്സ്റ്റ് ഇട്ടാ ആൺകുട്ടി ആണേലും എന്താണ് ആൺകുട്ടി ആണേലും നല്ല അല്ല, പെൺകുട്ടി ആയത് നന്നായി എന്നിട്ടോ. അതങ്ങനെ ആൺകുട്ടി ആണെങ്കിൽ നല്ല അല്ല, പെൺകുട്ടി ആയത് നന്നായിന്ന്. എന്താ അവർക്ക് പെൺകുട്ടികളെ എനിക്ക് ഇഷ്ടമുണ്ടാവില്ല, അതുകൊണ്ട് എനിക്കിട്ടാ. അപ്പൊ എനിക്ക് മനസ്സിലായില്ല എന്താണ് മനസ്സിലാകാത്ത മാറ്റി അടുത്ത് ആൾക്കാരെ വെറുതെ ബോറടിപ്പിക്കണ്ട. അതെ. പിന്നെന്താ പിന്നെ പ്രസവം നിർത്തിയോന്നൊക്കെ ചോദിക്കണ്ട. അതൊക്കെ പേഴ്സണൽ കാര്യങ്ങളല്ലേ. എന്ത് ചോദ്യം. പ്രസവം നിർത്തണോ നേരിട്ട് പെൺകുട്ടി കൂട്ടുകാരൊക്കെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സ് അങ്ങനെയൊക്കെ ചോദിക്കുകയാണെങ്കിൽ രസമുണ്ട്. ഉത്തരം പറയാനൊക്കെ ഒരു രസം ഉണ്ടായിരിക്കാം. പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ആരോടും ചോദിക്കരുത് അല്ലേ. പിന്നെ പെയിൻ ഉണ്ടോ ഓക്കെ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഇല്ല, കംഫർട്ടാണ് അല്ലേ ഫസ്റ്റത്തെ കംഫർട്ടാണ് തോന്നിയത്. അതെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോ സിസേറിയൻ കഴിഞ്ഞിട്ട് അല്ല അത് നമുക്ക് അതിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡെലിവറി സ്റ്റോറി ആയിട്ട് ചെയ്യാം. അതെല്ലാം കൂടെ ഒരു കുറച്ച് മറിച്ച് ചെയ്യണ്ടല്ലോ. ഒരു ഡെലിവറി സ്റ്റോറി ആയിട്ട് ചെയ്യാം. സത്യം പറഞ്ഞാൽ അതിന് വലിയ പെയിനൊന്നും ഇല്ല, ഓക്കെയാണ് കേട്ടോ. അതെ. പിന്നെന്താ നടക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതൊക്കെ നമ്മളോട് സ്നേഹം കൊണ്ട് ചോദിക്കുന്നുണ്ട്. ഞാൻ സന്തോഷമായിട്ടിരിക്കുകയാണ്, കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊക്കെ ഇത്രയും പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാരും എന്താ പറയാ ഇങ്ങനെ കമന്റില് നമ്മള് ഞാൻ ഇതിന് നാളെ എന്നെ ഡെലിവറി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ സംഭവം എന്താണ് ഇൻസ്റ്റ സ്റ്റോറി ഇട്ട സമയത്ത് പ്രാർത്ഥന ഉണ്ട് മറ്റേ ദൈവത്തിലേക്കുള്ള ഒരു ചിഹ്നമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് അതൊക്കെ കണ്ടപ്പോ തന്നെ പോസിറ്റീവായി. അപ്പൊ തന്നെ നമ്മുടെ പകുതി ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി. അങ്ങനെ പിന്നെന്താണ് അപ്പൊ നമുക്ക് അതിനൊക്കെ പറ്റിയിട്ട് വേറൊരു ഡെലിവറി സ്റ്റോറി തന്നെ ചെയ്യാം. അങ്ങനെ ഒരു ചെയ്യാം. ഈ നടക്കാൻ പറ്റുന്നുണ്ടോന്നൊക്കെ പറഞ്ഞില്ലേ. എനിക്ക് 3 സിസേറിയന്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഈ ചിലപ്പോ ഈ കല്യാണം കഴിഞ്ഞുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഇനി പ്രസവിക്കാനുള്ള ആൾക്കാരോ അങ്ങനെ കുറെ നമ്മളെ ലേഡീസ് ആണ് നമുക്ക് കൂടുതലും വ്യൂവേഴ്സ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പൊ മീൻസ് നമുക്ക് മനസ്സിലാവുമല്ലോ, നമ്മുടെ അനലിറ്റിക്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു എനിക്ക് എന്റെ എക്സ്പീരിയൻസ് എങ്ങനെ സിസേറിയന് പെട്ടെന്ന് റിക്കവറി ചെയ്യാൻ പറ്റുന്നുള്ള ഒരു വീഡിയോ കൂടെ ചെയ്യാൻ പറ്റുന്നുള്ളത്. അത് ഞാൻ പെട്ടെന്ന് തന്നെ അങ്ങനെ വീഡിയോ ചെയ്യാം കേട്ടോ. കാരണം എനിക്ക് എന്റെ 3 സിസേറിയനും പെട്ടെന്ന് തന്നെ എനിക്ക് റിക്കവറി ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് ഒക്കെ എന്റെ ഫ്രണ്ട്സിന്റെ അടുത്തൊക്കെ പറയുമ്പോഴും അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തൊക്കെയാ ചെയ്തിരുന്നുള്ളത് ഞാൻ പറഞ്ഞു വേറൊരു വീഡിയോയിൽ പെട്ടെന്ന് തന്നെ ചെയ്യാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ്, ഹിന്ദു മുസ്ലിം കുട്ടികളാണോ? അല്ലല്ല, മനുഷ്യ കുട്ടികളാണ്. എന്ത് ചോദ്യമാണോ അതൊക്കെ. പിന്നെ മനുഷ്യക്കുട്ടികളാണ് ഞങ്ങൾ മനുഷ്യന്മാരെ. നമ്മൾ ഇപ്പോഴും ചോദിക്കുന്നത് നിങ്ങളെ മതം ഞങ്ങൾ മതം നിങ്ങൾക്ക് എന്താണ് ഞങ്ങളെ കെട്ടിച്ചു കൊടുക്കാനാണോ? ആർക്കെങ്കിലും മതം ചോദിച്ചിട്ട് മാട്രിമോണി നടത്തുന്നുണ്ടോ? പിന്നെ കൂടുതൽ ബ്ലെസ്സിങ്സ് ആണ്, ഭാഗ്യം ചെയ്തവര് നല്ല രസാവും വീട്. സത്യമാണ് അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാല്
നമ്മളെ തക്കുടു ഓരോന്ന് കൊടുത്തിട്ടുണ്ട് കയ്യില്. അപ്പൊ ഞാൻ അതിന് തിരിപ്പിടിച്ചോണ്ടിരിക്കും. തക്കുടു ഞാനല്ലോ വെക്കും. ഇപ്പൊ മറ്റേ കൃഷ്ണകുമാറില്ലേ, അഹാന സിസ്റ്റേഴ്സ്, അവരെ വീട്ടിൽ ഇങ്ങനെ കുറെ പെൺകുട്ടികൾ കാണുമ്പോ എനിക്ക് അതിങ്ങനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവരെ വീഡിയോസ് ഒക്കെ കാണുമ്പോ 4 പെൺകുട്ടികൾ, ഇവിടെ 3 ഉള്ളൂ. അപ്പൊ എന്നാലും നല്ല രസമല്ലേ, കുറച്ചും കൂടി വലുതായി കഴിഞ്ഞാൽ മനസ്സ് കഴിച്ച. അപ്പൊ എന്താ പറയാ, കുറച്ചും കൂടെ ഒക്കെ വലുതായി കഴിഞ്ഞാൽ ഇപ്പൊ കുട്ടികളാകുമ്പോൾ രസമാണ്, അങ്ങനെയല്ല. എന്നാലും അവരൊക്കെ ഒരു പക്വതത്തെ ഒരു ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും നമ്മളെ വീട് കേട്ടോ. അപ്പൊ ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ രസമാവും. അതെ, ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനും കൂടെ നല്ല രസം. അപ്പൊ നമുക്ക് വീഡിയോ ചെയ്യാൻ ഒരു ആൺകുട്ടി ഇല്ല കേട്ടോ. മറ്റേ ആൺകുട്ടികളുടെ ചെറുപ്പകാലം കാണിക്കും. വന്ന് അന്നാളെ നിങ്ങളും ഷെഫിയും കൂടെ വീഡിയോ ചെയ്തിട്ട് നിങ്ങളുടെ ചെറുപ്പകാലമായിട്ട് കുഞ്ഞാറ്റനല്ലേ കാണിച്ചിരുന്നത്. അപ്പൊ ഇക്കാക്ക് ചെറുപ്പത്തിൽ പെണ്ണായിരുന്നു എന്നൊക്കെ ചോദിച്ചിട്ട് കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ഇനി വീഡിയോ ചെയ്യാൻ ഒരു ആൺകുട്ടിനെ വേണോന്ന് വേണ്ടല്ലേ. പിന്നെന്താണ്, ഒരു പൊട്ട കമന്റ് വായിച്ചിട്ടെ ഞാൻ. മക്കളെ നല്ല രീതിയിൽ വളർത്താൻ പ്രിയ മതം പറഞ്ഞത്രേ. മക്കളെ നല്ല രീതിയിൽ വളർത്താൻ ഇവരുടെ ബുദ്ധി ഈ തലച്ചോറിന്റെ ഭാഗത്ത് വേറെ എന്തോ ആണെന്ന് തോന്നുന്നത് അവർക്കൊക്കെ. അപ്പൊ എന്താ പറയാ, വേസ്റ്റ് കമന്റ് മാത്രമേ വായിക്കുള്ളൂ അതല്ല, അത് വേസ്റ്റ് കമന്റ് എന്താ സംഭവം അറിയോ. അപ്പൊ അങ്ങനത്തെ കമന്റ് വരുമ്പോ ഞാൻ അവിടെ റിപ്ലൈ കൊടുത്ത്, മീൻസ് ഞാൻ പറഞ്ഞാൽ ഞാനാണ് ഈ കമന്റ് ഒക്കെ വായിക്കരുത്, കാക്കു ആ ഭാഗത്തേക്കേ വരാറില്ല. അപ്പൊ ഞാൻ അവിടെ റിപ്ലൈ ഒന്നും കൊടുത്ത് കണ്ടില്ലെങ്കിൽ ആൾക്കാർ വിചാരിക്കും ഓർക്കൊന്നും പറയാനില്ല അതിനെ പറ്റിട്ട്. ഇഷ്ടംപോലെ പറയാനുണ്ടോ, എന്തിനാ വെറുതെ പിന്നെ പറഞ്ഞ എല്ലാവരും വെറുതെ. ബുദ്ധിയില്ലാത്ത ഇങ്ങനത്തെ കമന്റ് ഇടുന്ന ആൾക്കാരോട് പറഞ്ഞിട്ട് എന്താ കാര്യം, ചിന്തിക്കാൻ മൂളുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കമന്റ് ഇടൂലല്ലോ. അപ്പോ വേദന ഉണ്ടോ, ഡെലിവറി റിലേറ്റഡ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓൾറെഡി നമുക്ക് വേറെ ഇതിൽ പറയാലോ. ഞാൻ ഓക്കെയാണ്. നമുക്ക് അപ്പൊ അതൊക്കെയാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത്. അപ്പൊ ഈ ഞാൻ ആ ഒരു വ്യക്തിനോട് ചോദിക്കാണ്ട്, അപ്പൊ ഈ ഒരു പ്രസ്തുത ആ വ്യക്തി ഉണ്ടല്ലോ, അപ്പൊ ആ വ്യക്തിനെ ഉദ്ദേശിക്കുന്ന ആ ഒരു ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരെല്ലാവരും നല്ല ആൾക്കാരാണോ? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത് ആ വ്യക്തിനോട്. ആ വ്യക്തിയുടെ കണ്ണിൽ നല്ല ആൾക്കാരോ, സമൂഹത്തിന് ചീത്ത ആൾക്കാരോ, ആ വ്യക്തിയുടെ കണ്ണിൽ നല്ല ആൾക്കാരോ? ആ ഒരു പ്രസ്തുത ഗ്രൂപ്പിൽപ്പെട്ട ആൾക്കാരുടെ പേരിൽ തന്നെ ഇപ്പൊ അതൊന്നല്ല വേറെ ആൾക്കാരുടെ പേരിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഒരു ടീമിലെ ആൾക്കാർ എല്ലാവരും അത്രയും എന്താ പറയാ മദർ തെരേസമാരും ഗാന്ധിജിമാരും ആവണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാട്ടോ, അതിലേക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നമില്ല. ഓരോരുത്തരുടെ ഇഷ്ടമാണ് ഓരോരുത്തരുടെ ലൈഫില് എന്ത്, അതൊക്കെ ഒരു പേഴ്സണൽ ചോയ്സ്. അതൊക്കെ അത് അവരുടെ മാനസിക വൈകല്യം. നമ്മള് പറഞ്ഞിട്ട് നമ്മുടെ ആൾക്കാരെ ഉറപ്പിക്കണ്ട, സമയം കളഞ്ഞ് ഇവരെന്തപ്പി പറഞ്ഞിട്ട്. അപ്പൊ ഇതൊക്കെയാണ് Q&A അല്ലേ? അതൊക്കെയാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. സെയിം ക്വസ്റ്റ്യൻസ് തന്നെ കേട്ടോ റിപ്പീറ്റ് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട്, എന്ത് കുട്ടി, എന്താ, അങ്ങനെ പെൺകുട്ടിയാണ് കളക്റ്റീവായിട്ട് നമ്മൾ എടുത്തോന്നേ ഉള്ളൂ. പിന്നെ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, അടിപൊളിയായി പോകുന്നു. പിന്നെ കഴിഞ്ഞിട്ട് നമ്മള് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന് നമ്മൾ അത് എവിടെയാണ് എന്താ കാര്യം എന്നൊക്കെ ഉള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ കുഞ്ഞാവ ഭയങ്കര സേഫ് ആണ്. ഞാൻ ഭയങ്കര ഇപ്പൊ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ടാവും, ഞാനിപ്പോ ഡെലിവറി കഴിഞ്ഞിട്ട് ഈ ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇവിടെ ചിൽച്ചിലായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അത്രയും മെന്റലി അത്രയും ഹാപ്പിയാണ്. വീട്ടിൽ വന്നിട്ട് ഇപ്പോ 3 ദിവസം, 3-ാം ദിവസം, ഇത് 2-ാം ദിവസം ആയിട്ടുള്ളൂ. ഇന്നിപ്പോ കുഞ്ഞിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോകാണ്ടല്ലോ. അപ്പോ ഹോസ്പിറ്റലിൽ നിന്നാണെങ്കിലും നമ്മൾ ദൈവം സഹായിച്ചു നമ്മൾ പെട്ടെന്ന് തന്നെ വീട്ടിലെത്തി. 5-ാം ദിവസം വീട്ടിൽ പോകുന്നു. 5-ാം ദിവസം അല്ല, വെള്ളിയാഴ്ച പ്രസവിച്ചു, തിങ്കളാഴ്ച വീട്ടിലെത്തി, വെള്ളിയാഴ്ച പ്രസവിച്ചു. എന്താ പറയാ, വെള്ളിയാഴ്ച ഐസിയു കിടന്നു, പിന്നെ ശനി ഞായറും റൂമിൽ കിടന്നു, തിങ്കളാഴ്ച വീട്ടിൽ കിടന്നു. അപ്പൊ എല്ലാം സത്യം പറഞ്ഞാൽ പ്രാർത്ഥന ഉണ്ടല്ലോ. ഒരുപാട് നന്ദി, പ്രാർത്ഥന നല്ല ഗുണം ചെയ്യുന്നു. അതെ സത്യമാണ് അത് കേട്ടോ. പ്രാർത്ഥിക്കേണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലൊരു ധൈര്യമാണ്. സത്യം ഞാൻ ഇപ്പൊ എത്ര വിശ്വാസം അല്ലെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കേണ്ട നമുക്കൊരു പോസിറ്റീവായിട്ട് കാര്യം കിട്ടില്ല. അങ്ങനെയല്ല, ഞാൻ ഈ സിസേറിയന്റെ ഈ ബെഡിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്ക് അനസ്തേഷ്യ തന്നു കഴിഞ്ഞാലും കുറച്ച് ടൈം നമ്മള് ഇപ്പൊ ഇവരോടൊക്കെ എന്താ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ ബേബി ആയി എന്ന് പോയി പറയും. അത് കഴിഞ്ഞാലും പിന്നെയും പ്രൊസീജിയേഴ്സ് അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ കിടക്കുക. അപ്പൊ എനിക്ക് ബോധം ഉണ്ടാവും എന്തൊക്കെയാണ് എന്നുള്ള ചിന്തിക്കാനൊക്കെ ഉള്ള സംഭവമുണ്ട്. എന്ത് പിന്നെ ഞങ്ങൾ കുഞ്ഞാറ്റിക്കുട്ടി ഇതവിടെ എക്സാം ആട്ടോ കുഞ്ഞാറ്റിക്കുട്ടിക്ക്. അപ്പോൾ എക്സാം കഴിഞ്ഞ് വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമുക്ക് ബോധം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് എന്താണെന്ന് അറിയോ, എത്ര ആൾക്കാരുണ്ടാവും വെയിറ്റ് ചെയ്തിരിക്കുന്നില്ലേ എന്ത് കുട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കേണ്ടായിരുന്നത്. സത്യം തന്നെ. കാരണം ഞാൻ അത്ര എക്സൈറ്റഡ് ആയിരുന്നു. ആ തലേ ദിവസം ഈ ഡെലിവറിക്ക് പോണതിന് മുന്നേ വരെ ഫോൺ നോക്കിയ സമയത്ത് വരെ എന്തായി, പ്രസവിച്ചോ അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു
എന്താ നമ്മൾ പറയുമ്പോൾ തന്നെ അങ്ങനെ അങ്ങനെ കുളിര് കോരിടും. അപ്പൊ അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു ജന്മത്തിൽ ഭാഗ്യം കിട്ടിയതിൽ ദൈവത്തിനോട് നന്ദി പറയുന്നു. ഒപ്പം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് സ്നേഹം. അപ്പോൾ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ കാണാം. ഇനി നമുക്കൊരു പെട്ടെന്ന് തന്നെ ഒരു ഡെലിവറി സ്റ്റോറി, അതിനുശേഷം പിന്നെ നമുക്കൊരു എൻ്റെ എക്സ്പീരിയൻസിൽ സിസേറിയനിൽ എങ്ങനെ പെട്ടെന്ന് റിക്കവറി ചെയ്യാൻ, ഞാൻ ഡോക്ടറായിട്ടൊന്നുമല്ല കേട്ടോ, പക്ഷെ എന്നാലും ഞാൻ എന്തൊക്കെയാ നമ്മള് ഡോക്ടേഴ്സ് ആയിട്ടില്ല, നമ്മൾ അനുഭവിച്ച ആൾക്കാർക്ക് കൂടുതൽ പറയാൻ പറ്റും. അപ്പൊ ഞാൻ എന്തൊക്കെയാ ചെയ്ത് എങ്ങനെ പെട്ടെന്ന് റിക്കവറി കിട്ടാൻ ഞാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരു വീഡിയോ വരാം. അപ്പൊ പിന്നെ എന്തെങ്കിലും പറയാണ്ട നിനക്ക്? നിനക്ക് കുഞ്ഞാനെ ഇഷ്ടായ? കുഞ്ഞാറ്റെ പ്രാർത്ഥിച്ച പോലെ കുഞ്ഞാറ്റയ്ക്ക് ഗേൾ ബേബിനെ കിട്ടിട്ടോ. കുഞ്ഞാറ്റ പറയുന്നത് ബോയ് ആണെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കൂട്ടില്ല, അപ്പൊ അതുകൊണ്ട് ബോയ് ആയില്ല, ഗേൾ തന്നെ ആയില്ലേ. കുഞ്ഞാറ്റയ്ക്ക് നല്ല ഇഷ്ടമാണ്, എപ്പോഴും ഉമ്മ എടുക്കാൻ വേണ്ടിട്ടൊക്കെ വരും തക്കുടും കുഞ്ഞാറ്റയൊക്കെ കൂടെ. ഞാൻ ഒന്ന് വലുതായിട്ട് വേണം കളിക്കാൻ. അപ്പൊ ബൈ ബൈ.